പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്മാർട്ട് ലേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗന്ദര്യം ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്ക് ഇടയിൽ വളരെ പ്രാധാന്യമുണ്ട് താനും. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി ഒരു സ്കൂൾ ഓഫ് വെൽനസ് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം സ്കൂൾ ഓഫ് വെൽനസ് ഡയറക്ടർ ശ്രീമതി നിഷി റോയ്. സ്വാഗതം മാഡം. അപ്പോൾ ആദ്യമേ ചോദിക്കട്ടെ, എന്താണ് ഈ സ്കൂൾ ഓഫ് വെൽനസ് ഒന്ന് പറഞ്ഞു തരൂ. സ്കൂൾ ഓഫ് വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ്റെ അപ്പെക്സ് ബോഡിയായ കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് സ്കൂൾ ഓഫ് വെൽനസ്. ഇതൊരു ബേസിക്കലി ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സ്കൂൾ ഓഫ് വെൽനസിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം തൊഴിൽ സാധ്യത വളരെ കൂടിയൊരു മേഖലയാണിത്. അപ്പം നമ്മൾ ഈ വെൽനസ് മേഖലയിൽ അപ്പോൾ നമ്മൾ 10th കഴിഞ്ഞവർക്കുള്ള സ്പാ തെറാപ്പി കോഴ്സും പിന്നെ ആയുർവേദ, നാച്ചുറോപ്പതി, സിദ്ധ, യുനാനി അങ്ങനെയുള്ള മുതലായ ഡോക്ടേഴ്സിനുള്ള PG കോഴ്സുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യാണ്. സ്കൂളാണ് അത്. ഈ സ്കൂൾ ഓഫ് വെൽനസിൽ കൂടെ ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ 2 കോഴ്സാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് സ്പാ തെറാപ്പി കോഴ്സ്, അടുത്തത് 1 year സ്പാ മാനേജ്മെൻറ്റ് കോഴ്സാണ്. അത് ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി ആ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള മാനേജ്മെൻറ്റ്. അതെ, 10th ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് തെറാപ്പി കോഴ്സ്. അപ്പോൾ ഈ 2 കോഴ്സുകൾ ചെയ്യുന്നതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണത്? നമ്മൾ 100% നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെയാണോ കുട്ടികളെ എടുക്കുന്നത്? അല്ല, പുറത്തേക്കും ഇന്ത്യയിലും പുറത്തും എല്ലാം തൊഴിൽ സാധ്യതയുള്ള എല്ലാ മേഖലകളിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ ഓഫ് വെൽനസ് ഏതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ TAPI മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണിപ്പാൽ അവരുമായിട്ടാണ് നമ്മൾ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സുകൾ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞ് എനിക്ക് സ്പാ തെറാപ്പിയിൽ ഒരു അഭിരുചി ഉണ്ടെങ്കിൽ മാത്രമാണല്ലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? സ്പായിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ലൊരു തൊഴിൽ മേഖലയാണിത്. അതെ. അപ്പൊ ഈ ഡോക്ടേഴ്സ് സ്പായിലേക്ക് ഇപ്പൊ സിദ്ധ, യുനാനി, ആയുർവേദ അത്തരം ഡോക്ടേഴ്സിനുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സും സ്പായിലേക്ക് വരുന്നത് കൊണ്ട് അവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അതായത് അവരുടെ റെമ്യൂണറേഷൻ കൂടുന്നുണ്ടോ? എങ്ങനെയാണത്? നമ്മളൊരു 18 വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ 18 വർഷമായി ഡോക്ടർമാർ? അതെ, ഇവിടെ വർക്ക് ചെയ്ത ഡോക്ടേഴ്സ് എല്ലാം ഇപ്പോൾ പുറത്ത് നല്ല സാലറിയിൽ ഒരു 2 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കുന്ന വിധത്തിൽ അവർക്ക് എല്ലാം പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഒരു ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു 25,000 ഡോക്ടേഴ്സ്, ഓൾട്ടർനേറ്റ് ഡോക്ടേഴ്സ് ഇപ്പം പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്ക് തൊഴിൽ സാധ്യത വളരെ കുറവാണ്. ശമ്പളമൊക്കെ ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും നല്ലൊരു തൊഴിൽ സാധ്യത. അപ്പോൾ ഇത് ബേസിക്കലി ഡോക്ടേഴ്സിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അല്ലേ? അവരുടെ സാലറി കൂടാനും അതുപോലെ എന്നാൽ റിസ്ക് ഇല്ലാത്ത ഒരു ജോലി സാധ്യതയാണ്. ഇപ്പൊ സ്പാ എന്ന് പറയുന്നത് നമ്മള് ഒരു കാർഡിയാക്ക് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരു ആയാസം കുറഞ്ഞൊരു ജോലി. SSLC കഴിഞ്ഞൊരു കുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനെ ഇതിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഇന്ത്യക്ക് അകത്തോ പുറത്തോ ജോലി കിട്ടാൻ ഏത് തരത്തിലുള്ള ജോലിയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സാലറി സ്കെയിൽ എന്തായിരിക്കും? അതൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഇപ്പോൾ ഈ തെറാപ്പി കോഴ്സ് കഴിയുന്നവർക്ക് ഒരു സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എവിടെ പോയാലും നല്ല ഒരു വളരെ ഹാപ്പിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് പോയവരൊക്കെ ആണെങ്കിലും വളരെ ഹാപ്പിയാണ്. ഇവിടെ നിന്ന് ഒത്തിരി കുട്ടികളും ഡോക്ടേഴ്സും പോയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പൊതുവെ സൗന്ദര്യം അങ്ങനെയൊക്കെ നോക്കുന്ന പൊതുവെ സ്ത്രീകൾ അങ്ങനെയുള്ള ഒരു മേഖലകളിലേക്ക് പോയി കാണാറുണ്ട്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക, ആ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിനപ്പുറത്തേക്ക് കുട്ടികളെ ഈ ഒരു മേഖലയിലേക്ക് പഠിപ്പിക്കുക, അത്തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു ഐഡിയ എപ്പോഴാണ് മനസ്സിൽ വന്നത്? അത് നമുക്ക് സ്പായിലും വെൽനസ്സിലും നല്ല തൊഴിൽ സാധ്യത കണ്ടിട്ട് നമുക്ക് ഒരു പ്രേരണ തോന്നിയതാണ് ഇതിലോട്ട് ഇറങ്ങാവുന്നത്. അപ്പോൾ അത് നമ്മൾ കേരള ഗവൺമെന്റുമായിട്ടും കൂടെ അഫിലിയേറ്റഡ്. ഇപ്പൊ ഇവിടെ ഇതൊരു സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറിയല്ലേ? അതെ അതെ. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ സ്പാ റിലേറ്റഡ് കോഴ്സുകളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ ഒരു സാധ്യതകൾ മങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മറ്റെന്താണ് അവരുടെ ഒരു ഫ്യൂച്ചർ എന്താണ്? അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ഓൾട്ടർനേറ്റീവ് വേയും കൂടെ ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കോഴ്സിൻ്റെ സിലബസിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ പലതും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനും പാരലായിട്ട് തന്നെ വേറെ ഏത് ജോബിനും പറ്റും. നമ്മള് ഈ കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ഇനി അഥവാ സ്പാ ഇഷ്ടമല്ലെങ്കിൽ ഇത്തരം മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. 18 വർഷമായിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതില് ഒരുപാട് ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്? നമ്മൾ 18 വർഷമായിട്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കോഴ്സും നടത്തുന്നുണ്ട്. ഈ സ്പാ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി പൊതുവെ നമ്മള്, ഞാൻ മോശപ്പെടുത്തി പറയല്ല, പൊതുവെ ഒരു നല്ല പേരല്ല കേൾക്കാറുള്ളത്. സ്പായുടെ മറവിൽ പല മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. അപ്പൊ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്? നമ്മൾ ഇതൊരു 100% സെക്യൂർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അവിടെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഫീഡ്ബാക്ക് ഉടനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതുവരെ നമ്മള് ഇതിൽ കൂടെ പഠിച്ചു പോയ ആൾക്കാര് എവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് 1-2 സ്ഥാപനങ്ങളൊന്ന് പറയാമോ? ന്യൂസിലാൻഡ്, സൗദി അറേബ്യ, കുവൈറ്റ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡോക്ടേഴ്സ് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് തെറാപ്പിസ്റ്റും പോയിട്ടുണ്ട്. നമ്മളിവിടെ ഡോക്ടേഴ്സ് ട്രെയിനിങ്ങിൽ ഒരു മാനേജ്മെന്റ് കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഈ ഡോക്ടേഴ്സിന് ഇങ്ങനെ ഒരു മാനേജ്മെന്റ് കോഴ്സിന്റെ ഒരു ആവശ്യകത എന്താണ്, അല്ലെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് പറയാമോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പായിൽ ഒരു മാനേജറും ഒരു ഡോക്ടറും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് തന്നെ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. അപ്പോൾ ഒരാളിൻ്റെ ജോലി മതിയാവും. ഒരാളെ ഒരു സ്പാ മാനേജ് ചെയ്യാനായിട്ട് പ്രാപ്തനാക്കാൻ. അതെ അതെ. അപ്പോ ഈ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ ഒരുപാട് കുട്ടികൾ തെറാപ്പിസ്റ്റ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാകാം. അതായത് SLC കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഏത് നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകും, എളുപ്പം ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷനിലായിരിക്കും കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, 100%-ന് 400% പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ തെറാപ്പി, സ്പാ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയണമല്ലോ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ്, അതിന്റെ ജോലികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത്, അതൊക്കെ ഒന്ന് പറയാമോ? അതിപ്പോൾ നമുക്കൊരു സ്പായിലൊരു ഡോക്ടർ കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ ആ കുട്ടിയെ നമ്മൾ പ്രാപ്തയാക്കും. ഒരു തെറാപ്പിസ്റ്റിനെ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ഡോക്ടർ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് കുട്ടിക്ക് കഴിവുണ്ടായിരിക്കും. അപ്പൊ ഈ തെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും തിരിച്ച് ഇതിന്റെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്പാ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പോകാനുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. പൊതുവെ പുറത്ത് നടത്തുന്നുണ്ട്. നമുക്ക് ഈ 2 കോഴ്സാണ് ഇപ്പോഴും നമുക്ക് ഈ 2 കോഴ്സാണ് ഉള്ളത്. അതായത് അപ്പോ ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ അയാളുടെ ജോലി സാധ്യത കിട്ടാൻ, ജോലി ഉയർച്ച കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കോഴ്സുകളൂടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ മെച്ചപ്പെട്ട ജോലികളിലേക്കൊക്കെ പോകാൻ പറ്റുമായിരിക്കും അല്ലേ?
അപ്പൊ എന്താണ് നമ്മൾ ഈ ബോഡി മാസ്ക് അതുപോലെ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ വെൽനെസിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ബോഡി മാസ്ക് അല്ലെങ്കിൽ ബോഡി വെൽനെസ്, അതിന്റെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പൊതുവായിട്ട് പറയാമോ മാഡം? കാരണം ഈ മേഖലയിലുള്ള ആളാണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഇത്രയധികം കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും പറയാൻ അറിയാവുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്പാ ഉണ്ട്, നമുക്ക് ആയുർവേദ തെറാപ്പി ഉണ്ട്, ജിമ്മ്, യോഗ, ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തിനും ഫിറ്റ്നസ്സും എല്ലാം ഇത് ബേസിക്കലി ഒരു ഹോളിസ്റ്റിക് വെൽനെസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ രോഗം വരാതിരിക്കും നേരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ യോഗയുണ്ട്, ജിമ്മുണ്ട്, അതൊക്കെ നമ്മള് ഒരു 5-6 മാസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? സ്ഥിരമായി ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ആള് പിന്നെ എനിക്കൊരു 6 മാസത്തേക്ക് പോകാൻ പറ്റും. പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്, ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ബോഡി പെട്ടെന്ന് വണ്ണം വെക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഭയങ്കര ക്ഷീണം വരുന്ന ഒരു രീതി വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളത് വീട്ടിലും അത് കുറേശ്ശെ മെയിൻറ്റെയിൻ ചെയ്ത് യോഗയൊക്കെ ആണെങ്കിൽ സ്ഥിരം വീട്ടിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നുവെച്ചാൽ പൊതുവെ ഈ ജിമ്മിലൊക്കെ പോകാൻ ആൾക്കാർ മടിക്കുന്ന ഒരു കാര്യവും കൂടിയാണിത്. എനിക്ക് എന്തെങ്കിലും അസൗകര്യം 2-3 ദിവസം മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല അങ്ങനൊന്നും ഇല്ല, അത് വെറും തോന്നലാണ് ആണല്ലേ. വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ല, നമ്മുടെ ബ്യൂട്ടിയാണ് ഇവിടെ. അപ്പോൾ ആയുർവേദമുണ്ട്, സ്പാ തെറാപ്പി ഉണ്ട്. സ്പാ തെറാപ്പിയിൽ തന്നെ സ്പാ മസാജ്, സ്ക്രബ്, പാക്ക്, റാപ്പ്, പിന്നെ ബാത്തുകൾ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്തിനാണ് സ്പാ തെറാപ്പി ചെയ്യുന്നത്? റെജുവിനേഷന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി റെജുവിനേഷൻ മാത്രമാണ് സ്പാ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെന്റൽ റിലാക്സ് എല്ലാം. സ്കൂൾ ഓഫ് വെൽനസ് തികച്ചും ഒരു നൂതന ആശയമാണ്. പൊതുവെ നമ്മൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു വെൽനസിന് വേണ്ടി ഒരു സ്കൂൾ, അതിൽ ഇത്രയധികം കുട്ടികളെ 120ഓളം കുട്ടികളെ അതിലേക്ക് പഠിപ്പിക്കുക, ആ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം തീർത്തും പുതിയൊരു മേഖലയാണ് അല്ലെ? അപ്പൊ ഈ ഒരു മേഖലയിൽ ഇനി എന്തൊക്കെ വളർച്ചയാണ് ഈ സ്കൂൾ ഓഫ് വെൽനസിന് ഉണ്ടാകാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഭാവിയിലേക്ക് വേണ്ടിയിട്ട്, എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ലോകത്ത് മൊത്തം വെൽനസ് ഹോസ്പിറ്റൽ മാറി വെൽനസ് സെന്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആശുപത്രി പോകുന്നതിനേക്കാളും പെട്ടെന്ന് ഫുൾ ബോഡി ഫിറ്റ് ആയിരിക്കുക. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ സാധ്യത കൂടിക്കൊണ്ടിരിക്കുക, ഒരു പോപ്പുലാരിറ്റി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വെൽനസ് സെന്റേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ വെൽനസ് സ്കൂളിന് എല്ലാവിധ ആശംസകളും. ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ കുട്ടികൾ ഇത് പഠിച്ചിറങ്ങി പല പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യട്ടെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എല്ലാവരും അറിയട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി മാഡം.